ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു യുവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോണത് നമ്മുടെ തെർമോഡൈനാമിക്സിൻ്റെ പാർട്ട് 4 വീഡിയോ ആണ്. മൂന്ന് പാർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അത് കണ്ടിന്യൂഷൻ കാണാൻ വരിക. സോ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് നമ്മൾ ഒരു 4 മിനിറ്റോ 5 മിനിറ്റിൻ്റെ ഉള്ളിൽ ഞാൻ ഫുൾ ഇത് പറഞ്ഞു തരും. അപ്പോൾ നിങ്ങൾക്ക് വേഗം മനസ്സിലാവും. അത് കഴിഞ്ഞ് അടുത്ത പാർട്ട് വീഡിയോ ആണ് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് നോക്കണം. ഈ ടോട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി പ്ലസ് കെ പ്ലസ് യു. ഓക്കെ, വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടൻഷ്യൽ എനർജി, കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈനറ്റിക്കൽ എനർജി, യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റേർണൽ എനർജി. പിന്നെ അതേപോലെ 2 മാർക്കിന് കുട്ടികളെ വെറുതെ ബുദ്ധിമുട്ടിക്കാനായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ് ഇൻറ്റേർണൽ എനർജി എന്താണെന്ന്. അപ്പോൾ 2 മാർക്കിനൊക്കെ ഇൻറ്റേർണൽ എനർജി എന്ന് പറഞ്ഞാൽ അത് എഴുതാൻ കിട്ടാതിരിക്കുന്ന കുറേ കുട്ടികളുണ്ടായിരിക്കും. എന്താണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ചോദിച്ചോളൂ, അവർ നന്നായി എഴുതും. എന്താണ് സെക്കൻഡ് ലോ ചോദിച്ചോളൂ, അത് നന്നായി എഴുതും. പക്ഷെ അതൊന്നും ചോദിക്കില്ല, ടഫായിട്ടുള്ള ഉള്ളിൽ നിന്നാണ് ചോദിക്കുക. അപ്പോൾ ഇൻറ്റേർണൽ എനർജി എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് എഴുതാൻ കിട്ടാത്ത അവസ്ഥയാണ്. യൂന്ന് മാത്രം എഴുതാൻ പറ്റുന്ന ഒരു അവസ്ഥയിലാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ ഇൻറ്റേർണൽ എനർജി നോക്കാം. ഇറ്റ് ഇസ് സം total of kinetical energies associated with the translation, rotational, vibrational, electronical and nuclear motion at a molecular level. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് സം ടോട്ടൽ ഓഫ് ദ എന്തൊക്കെ കൈനറ്റിക്കൽ എനർജി അസോസിയേറ്റഡ് വിത്ത് കൈനറ്റിക്കൽ എനർജി, ഏതൊക്കെ കൈനറ്റിക് ടൈമിൽ റൊട്ടേഷൻ കൂടുതലുണ്ടാകുമ്പോഴും വൈബ്രേഷനും ഇലക്ട്രോണിക്കൊക്കെ ആയിട്ടുള്ള കൈനറ്റിക്കൽ എനർജീൻ്റെ സം ടോട്ടലിനെയാണ് ഇൻറ്റേർണൽ എനർജി എന്ന് പറയുന്നത്. ഇനി ചേഞ്ച് ഓഫ് ഇൻറ്റേർണൽ എനർജീസ് ഡെൽറ്റ യു ഇസിക്കൽ ടു U2 മൈനസ് U1 ആണ് ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി. ഇനി അടുത്തത് മാത്തമാറ്റിക് ഫോം ഓഫ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഇത് വെറുതെയാണ്. എനർജി ക്യാൻ ഐദർ ബി ക്രിയേറ്റ് നോർ ബി ഡിസ്റ്റോർഡ് ഓൾ ടുഗെദർ. ഇറ്റ് മേ കൺവേർട്ടഡ് ഇൻ ടു വൺ ഫോം ടു അനദർ. നമുക്കറിയാം നമ്മുടെ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എനർജി ക്യാൻ ഐദർ ബി ക്രിയേറ്റ് നോർ ബി ഡിസ്റ്റോർഡ്. ഇറ്റ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു വൺ ഫോം ടു ദ അനദർ. അപ്പോൾ ഡെൽറ്റ യു ഇസിക്കൽ ടു Q പ്ലസ് W. ദെൻ W is equal to work done on the system. Q is equal to heat. Q എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഹീറ്റ്, എന്താ പറയുക, W എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക്. ഇനി വർക്ക് പോസിറ്റീവാണെങ്കിൽ ഞാൻ മുന്നേ പറഞ്ഞു, ഒരു സിസ്റ്റത്തിൽ എന്താ പറയുക, നമ്മളിപ്പോൾ ഞാനൊരു സിസ്റ്റമായി കാണുക, എന്നെ ഒരാൾ അടിക്കുകയാണെങ്കിൽ എനിക്ക് ദേഷ്യം വരില്ലേ? അപ്പോൾ എൻ്റെ എനർജി എന്തായിരിക്കും? കൂടും. ഇനി ഞാൻ ഒരാളെ അടിക്കുകയാണെങ്കിൽ എൻ്റെ എനർജി എന്താണ്? കുറയും അല്ലേ? അത് ആലോചിച്ചാൽ മതി. അപ്പം ഞാനൊരു സിസ്റ്റമാണ്. അപ്പോൾ വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം. എന്നെ അടിച്ചപ്പോൾ എൻ്റെ ദേഷ്യം എന്തായിരിക്കും? കൂടുതലായിരിക്കും. കൂടുമ്പോൾ എന്താ? പോസിറ്റീവ് എനർജി. ഇനി ഞാനൊരാളടിച്ചു, അപ്പോൾ എന്താ? എൻ്റെ എനർജി എന്താണ്? പോയിക്കൊണ്ടിരിക്കുകയല്ലേ? അപ്പോൾ നെഗറ്റീവ്. ഇത് ആലോചിച്ചാൽ മതി. ഓക്കെ, ദെൻ ക്യൂവിൻ്റെ കാര്യം നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. Q പോസിറ്റീവ് വെൻ ദ ഹീറ്റ് ഈസ് ആഡഡ് ടു ദ സിസ്റ്റം, Q നെഗറ്റീവ് വെൻ ദ ഹീറ്റ് ഈസ് ലോസ്റ്റ് ബൈ ദ സിസ്റ്റം. ഒന്നുമില്ല, നമ്മളിപ്പോൾ ആഡ് ചെയ്യുമ്പോൾ പോസിറ്റീവും കുറയുമ്പോൾ നെഗറ്റീവും, അത്രയേ ഉള്ളൂ. ഇൻ സിഗ്നിഫിക്കൻസ് ഓഫ് ദ ഇൻറ്റേർണൽ എനർജി ചേഞ്ചസിൻ്റെ സിഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൽറ്റ യു ഇസിക്കൽ ടു QV ഹീറ്റ് അബ്സോർബ്ഡ് ഓർ ഇവോൾവ് അറ്റ് എ കോൺസ്റ്റൻറ്റ് വോളിയം. ഹീറ്റ് പോവുകയോ അല്ലെങ്കിൽ വരികയോ ചെയ്യുന്ന ഒരു കോൺസ്റ്റൻറ്റ് വോളിയത്തിനെ പറയുന്നതാണ് ഇത്. ഇനി എൻതാൽപ്പി. എന്താണ് എൻതാൽപ്പി? ആൻഡ് എൻതാൽപ്പി ചേഞ്ചിൻ്റെ റിയാക്ഷൻ, ദെൻ അതിൻ്റെ ഫസ്റ്റ് ലോൻ്റെ ലിമിറ്റേഷൻ, അത്രയേ ഉള്ളൂ. ഇനി സം ഓഫ് ദ ഇൻറ്റേർണൽ എനർജി ആണ് പ്രഷർ വോളിയം എനർജി. എൻതാൽപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റേർണൽ എനർജിയും പ്രഷറിൻ്റെയും വോളിയത്തിൻ്റെയും പ്രഷർ വോളിയം എനർജിയാണ് എൻതാൽപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ H ഇസിക്കൽ ടു U പ്ലസ് PV. അതിൻ്റെ ചേഞ്ചസിനാണ് ഡെൽറ്റ H ഇസിക്കൽ ഡെൽറ്റ U പ്ലസ് P ഡെൽറ്റ V, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എൻതാൽപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ടോട്ടൽ സം ഓഫ് ദ ഇൻറ്റേർണൽ എനർജി ആൻഡ് പ്രഷർ വോളിയം എനർജി. ഓക്കെ, ദെൻ അടുത്തതിൻ്റെ ലിമിറ്റേഷൻ ഓഫ് ദ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഇറ്റ് ഫെയിൽ ടു എക്സ്പ്ലെയിൻ ദ എക്സ്റ്റെൻറ്റ് ടു വിച്ച് വൺ ഫോം ഓഫ് എനർജി ക്യാൻ ബി ട്രാൻസ്ഫോർഡ് ടു അനദർ. എത്ര ടൈം എടുക്കും എന്നത് പറഞ്ഞില്ല. എക്സ്റ്റെൻറ്റ് ഓഫ് വൺ ഫോം ഓഫ് ദ എനർജി അനദർ ഫോമിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള എക്സ്റ്റെൻറ്റ് എത്ര ടൈം ഉണ്ട് എന്നും പറഞ്ഞില്ല. ഡസ് നോട്ട് ടെൽ അസ് ദ എനിത്തിങ് അബൌട്ട് ദ ഡയറക്ഷൻ ഓഫ് ദ
പ്രോസസ്സിൻ്റെ ഡയറക്ഷൻ എങ്ങടാന്നൊന്നും പറഞ്ഞു തന്നിട്ടില്ല. ഇറ്റ് കനോട്ട് പ്രിഡിക്റ്റ് ദ ഫെസിബിലിറ്റി ഓർ ദ ഫിയസിബിലിറ്റി ഓഫ് ദ പ്രോസസ്സ്. ആ പ്രോസസ്സിൻ്റെ ഫേസിബിലിറ്റി എന്ന് പറഞ്ഞിട്ടില്ല. ഇറ്റ് ഡസ് നോട്ട് റോൾ ഔട്ട് ഓഫ് ദ എക്സ്റ്റൻസസ് ഓഫ് 100% എഫിൻ്റെ എനർജി ഹീറ്റ് എൻജിൻ വിച്ച് ഈസ് ഇൻ ഫാക്ട് ഇമ്പോസിബിൾ. 100% ഇപ്പോൾ നമുക്ക് എന്താണെങ്കിലും ലോസ് ഓഫ് എനർജി ഉണ്ടായിരിക്കും. ഇപ്പോൾ ഫാന് വർക്ക് ചെയ്യുകയാണെങ്കിൽ അതിൽ ലോസ് ഓഫ് എനർജി ഉണ്ടായിരിക്കും. അതിനെപ്പറ്റി പറഞ്ഞു തന്നിട്ടില്ല. അതിനെ പറ്റിയിട്ടൊരു ക്ലിയർ എക്സ്പ്ലനേഷൻ തന്നിട്ടില്ല. ഓക്കെ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഇനി അടുത്ത പാർട്ട് വീഡിയോയിൽ നമ്മൾ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് നോക്കും. ആൻഡ് ദെൻ താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.